മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കായി. ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കായി. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ P.C. വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിപ്പെടുവാനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലെ വിശുദ്ധന്മാരോട് അവർക്ക് വേണ്ടി എഴുതുന്ന ഈ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പൗലോസിൻ്റെ 2 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യത്തിലും നാം ഇപ്പോൾ വായിച്ച കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലുമാണ് ഈ 2 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൗതികവും ഐഹികവുമായ ഒരു വിഷയവും ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. തികച്ചും ആത്മീകമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നാം ശ്രദ്ധിച്ചത്. അവയിൽ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ദൈവമക്കൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം എന്നുള്ളതാണ്. നാം എല്ലാവരും പല കാര്യങ്ങളിലും സ്തോത്രം പറയുന്ന ആളുകളാണ്. എന്നാൽ ഇവിടെ സ്തോത്രം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ആവശ്യമുണ്ട്. അത് ഒരു ജൽപ്പനമായിട്ട് ചെയ്യേണ്ടതായ ഒരു കാര്യമല്ല, പകരം സന്തോഷത്തോടുകൂടെ അർപ്പിക്കേണ്ടതായ പറയേണ്ടതായ ഒരു കാര്യമാണ് സ്തോത്രം എന്നുള്ളത്. അഥവാ മനസ്സോടുകൂടെ നാം ചെയ്യണം എന്നുള്ളതാണ്. ദൈവത്തോട് നന്ദിയുള്ളവരാകുക എന്നുള്ളത് ഏതൊരു വിശ്വാസിക്കും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തെയാണത് ഓർപ്പിക്കുന്നത്. നന്ദിയുള്ളവരാകുക എന്നുള്ളത്. വേദപുസ്തകത്തിൽ 3 തരത്തിൽ ഉള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, നന്ദി പറയുവാൻ ആവശ്യമില്ല, അതൊരു അനാവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. കാരണം നന്ദി പറയുവാനായിട്ട് ആവശ്യമില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ സാധിച്ചതൊക്കെ അത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നുള്ള ചിന്ത ഭരിക്കുന്ന ആളുകളുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ഉദാഹരണമായി ധനികനായ ഒരു മനുഷ്യനെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ കൂടെയുള്ള ആളുകളുടെ ചിന്ത, എൻ്റെ കഴിവ് കൊണ്ട് ഞാനെല്ലാം നേടി, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ വിദ്യാഭ്യാസം, എനിക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം അത് എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ പണം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടി എന്നുള്ള ചിന്തയാണ്. അതിൽ വേറെ ഒരാൾക്കും യാതൊരു ഉത്തരവാദിത്വവുമില്ല, അല്ലെങ്കിൽ ആരോടും എനിക്ക് ആ കാര്യത്തിൽ കടപ്പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അവർ പറയുന്നത് എന്താണ്? എനിക്ക് സന്തോഷിക്കണം, എനിക്ക് ആനന്ദിക്കണം, ഇതിൻ്റെ അകത്ത് വേറെ ഒരാളോടും ഞാൻ കടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 2ാമത്തെ കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നത് അത് കപട്യനാട്യക്കാരായിരിക്കുന്ന ആളുകളാണ്. ഇവർ നന്ദി പറയുന്നവരാണ്, പക്ഷേ അവയെല്ലാം അവരുടെ നല്ല പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളുടെയും നീതിപ്രവൃത്തികളുടെയും
അടിസ്ഥാനത്തിൽ അവർക്ക് നേടാൻ കഴിഞ്ഞ ഒരു കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ ഒരു പരീശനെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ് നിൽക്കുന്നത്, പക്ഷേ പ്രാർത്ഥിക്കാനാണ് ചെന്ന് നിൽക്കുന്നത്. എന്നാൽ അതൊരു കാപഠ്യത്തിൻ്റെ നന്ദി പറച്ചിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നന്ദി പറയുന്ന ആളുകളാണ്. നിസ്സഹായനും അനർഹനുമായ ഒരു പുറജാതി കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം ശുദ്ധനാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നന്ദി പറയുന്നത് നാം വായിക്കുന്നുണ്ട്. നാം നന്ദിയുള്ളവരാകേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ നാം നന്ദിയുള്ളവരാകുവാനായിട്ട് എന്താണ് അതിന് ആവശ്യം? ഹൃദയംഗമമായി നാം സ്തോത്രം അർപ്പിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, എനിക്ക് നന്ദി പറയുവാൻ, എൻ്റെ ദൈവത്തോട് നന്ദി പറയുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം തന്നെ അതിനുദാഹരണമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ ആളുകൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഈ ലോകം വിട്ടു പോകുവാനിടയായി. എന്നാൽ നമുക്കൊരു പ്രഭാതം ദൈവം ദാനമായി തന്നു എന്നുള്ളത് അത് നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒന്നുമല്ല. പകരം അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. 100-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ വാതിലുകളിൽ നാം സ്തോത്രത്തോടു കൂടെ ചെല്ലണം. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ ചെല്ലണം. സ്തോത്രം കൂടാതെ അല്ലെങ്കിൽ നന്ദി കൂടാതെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ചിറകുകൾക്ക് പറക്കുവാൻ കഴിയാത്ത വിധം നമ്മെ കൊളുത്തിയിടുന്ന ഒന്നാണ് നന്ദിയില്ലാത്ത ജീവിതം, ആ ജീവിതത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നന്ദിയില്ലാതെ, നന്ദി അർപ്പിക്കാതെയുള്ള പ്രാർത്ഥനയും ദൈവികമായിരിക്കുന്ന കാര്യങ്ങളും വാസ്തവത്തിൽ അത് നിരർത്ഥകമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നാം നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് നാം നന്ദി പറയണം? പല കാര്യങ്ങളും ഇതിനോട് ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഞാൻ ദൈവത്തോട് നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്തുപകാരമാണ്? നാം 103-ാം സങ്കീർത്തനത്തിലും അതുപോലെ അതിന് അനുബന്ധമായിരിക്കുന്ന മറ്റു സങ്കീർത്തനങ്ങളിലുമൊക്കെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ ഇന്നത്തെ ഈ പ്രഭാതം ദൈവം നമുക്ക് ചെയ്തൊരു ഉപകാരമല്ലേ? നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പാടിയതും സ്തോത്രം ചെയ്തതും പ്രാർത്ഥിക്കുന്നതും തിരുവെഴുത്തുനിന്ന് രാവിലെ വായിച്ചതും ഒക്കെ അത് ദൈവം ചെയ്ത ഉപകാരത്തിൻ്റെ പരിണിത ഫലമല്ലേ? അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയണം? ഒന്ന്, ദൈവത്തിൻ്റെ ഉപകാരം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് വളരെ കടപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ദൈവം എനിക്ക് ഉപകാരം ചെയ്തു എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഒരു പടിയും കൂടി ഞാൻ കയറ്റി പറയട്ടെ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന എന്നെ കരകയറ്റി, അഥവാ എൻ്റെ ന്യായവിധി, ശിക്ഷാവിധി നീക്കി തന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുക. എന്തായിരുന്നു എൻ്റെ ശിക്ഷാവിധി? അത് നിത്യമായ നരകമായിരുന്നു. നിത്യമായ നരക തീപ്പൊയ്യിലേക്കാണ് ഞാൻ പോകേണ്ടിയിരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ശിക്ഷാവിധി നീങ്ങി, അല്ലെങ്കിൽ എൻ്റെ ശിക്ഷാവിധി മാറ്റി തന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ന്യായവിധി, ശിക്ഷാവിധി നീക്കി നമ്മെ ദൈവമക്കളാക്കി തീർത്തു. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. അപ്പോൾ ആ ഒരു വലിയ സ്ഥാനത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു എന്നുള്ളത് നാം നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ കർത്താവിനോട് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. എന്താണ് നന്ദി പറയേണ്ടത്? കർത്താവെ, അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങിയപ്പോൾ എന്നെ കാവൽ ചെയ്തതിനും ഈ പുതിയ ദിവസം കാണാൻ എന്നെ അനുവദിച്ചതിനും എനിക്ക് ലഭിച്ച ആരോഗ്യത്തിനുമെല്ലാം ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. 2, എൻ്റെ ന്യായവിധി മാറ്റി, എൻ്റെ ശിക്ഷാവിധി മാറ്റി, എന്നെ ദൈവ മകളാക്കിയത് കൊണ്ട് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം. ദൈവത്തോടും ലോകത്തോടും സമൂഹത്തോടും ഒക്കെ നമുക്ക് ഈ കാര്യം എപ്പോഴും ഓർത്ത് നന്ദി പറയാനായിട്ടിടയായി തീരട്ടെ. മാത്രവുമല്ല, നമ്മോട് സ്നേഹം കാണിക്കുന്നവരെ, നമുക്ക് ഉപകാരം ചെയ്തവരെയും നാം ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. മറ്റുള്ളവരോടും നാം നന്ദിയുള്ളവരായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. സർവോപരി സർവശക്തനായ ദൈവത്തോട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശ്രയം വെച്ചി